അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, നിങ്ങൾ എല്ലാവരും പേടിക്കിടകണിക്കത്തെ അതിരെ അദാബിൽ നിന്നിട്ട് ശിക്ഷയിൽ നിന്നിട്ട് എപ്പോഴും കാവൽ കേക്കിടകണിക്കത്തെ ദ്വാർക്കിടകണിക്കത്തെ ഒന്നായിട്ടിക്കിട് ഖബറും ചൊല്ലത്. ആ ഖബറിൽ നിന്നിട്ട് രക്ഷപ്പെട്ടകണിക്കത്തെ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടകണിക്കത്തെ 4 വിഭാഗം ആൾമാരിയായിട്ടിക്കിട് ഇൻ്റെ നിങ്ങൾ ഒട്ടിക്ക ചൊല്ലത്. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമ്മത്തെ ആൾമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കിടങ്ങ അത് ഇത്ര ആൾമാറും ഇത്ര ഗ്രൂപ്പുകളിലെ എത്തുപാട്ടങ്ങ അതിരെ കീഴിൽ ചുമ്മ വിഷയിച്ചൊന്നിട്ട് ദ്വാർക്കൊണ്ടോട്ട് ഏൽപ്പിച്ചങ്ങ. അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങലെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, ഞങ്ങൾ ആറുമൂടെ ശാശ്വതമായിട്ട് ജീവിക്കിടങ്ങല്ല. ഉണ്ടല്ലെങ്കിലും നാളെ ഞങ്ങൾ മരിച്ചു പോകണമെന്ന് ചൊല്ലത് ഗ്യാരണ്ടി ആയിട്ടിക്കിടെ. ഞങ്ങളെ ഈ ശരീരത്തെ എടുത്തു പോയിട്ട് ആരാറുമില്ലാത്ത കണിക്കത്തെ 6 അടി മണ്ണിൽ വെക്കുകൊണ്ടോന്ന് ചൊല്ലത് ഞങ്ങൾക്ക് എല്ലാവരും ഗൊന്തുള്ള കണിക്കത്തൊരു വിഷയമായിട്ടിക്കിടെ. ഒരു മനുഷ്യയുടെ മയ്യത്ത് ഖബറിൽ വെച്ചൊൽ പിന്നെ അയാളെ ആ ഖബറിലെ അവസ്ഥ എന്തിനായിട്ട് ഞങ്ങൾക്ക് ആരും ഗൊന്തില്ല. കാണണ്ടേ, അയാൾ തിരിഞ്ഞു വന്ന ആളല്ല, അയാളെ അവസ്ഥ എന്തിനാണ് ൊന്നില്ല. അതേ സമയത്ത് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതാ അല്ലാഹു തആല തിരിപ്പാട്ടി കൊടുത്തു ഖബറിന്റെ അവസ്ഥ, അവിടെ മുഅ്മിനീങ്ങ അനുഭവിക്കുന്ന ഗണിക്കത്തെ അവസ്ഥ. അതേ സമയത്ത് സത്യനിഷേധികളായിട്ടുള്ള ഗണിക്കത്തെ ആൾമാർ അനുഭവിക്കുന്ന ഗണിക്കത്തെ ആ ദുരന്തങ്ങല്ല ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾ പഠിപ്പാട്ടി തന്ന ഗണിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. മഹാന്മാരായ ആൾമാർ, സൂഫികളായിട്ടുള്ള ആൾമാർ അങ്ങ് ഖബറിന്റെ വിഷയം കേൾക്കുമ്പോഴേ പേടിച്ചോണ്ടിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് എതിർന്നു അങ്ങ് ഖബർ കണ്ടെങ്കിൽ ഖബറിന്റെ ഒരു വിഷയം ചൊന്നേണ്ട് കണ്ടെങ്കിൽ അങ്ങനെ കണ്ണിൽ ഇങ്ങനെ തന്നെ ഒൽകിക്കൊണ്ടിരുന്നിട്ടായിട്ടിക്കടെ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചരിത്രം നിങ്ങൾ എല്ലാവരും കേട്ടങ്ങ. അതാ മഹാനായ ഉസ്മാൻ തങ്ങ മൗത്ര വിഷയം ചൊല്ലുമ്പോൾ അയാൾക്ക് അത്ര പേടി വന്നോണ്ടില്ല. അതേ സമയത്തിൽ ഖബറിന്റെ വിഷയം ചൊല്ലുമ്പോൾ ഖബർ കാണുമ്പോൾ ഉസ്മാൻ തങ്ങളെ കണ്ണിൽ ഇങ്ങനെ കണ്ണിടെ തന്നിങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ ഇഞ്ഞോണ്ടിണ്ടായിട്ടിക്കട്. സ്വഹാബത്തുൽ കിറാമ് കേൾക്കണല്ല ഉസ്മാൻ തങ്ങളെ എന്തിനായിട്ടിക്കട് നിങ്ങൾ ഖബർ കാണുമ്പോൾ ഇത്ര ബേജാറാവുന്നത്, ഇത്ര ദുഃഖമാവുന്നത് എന്തിനായിട്ട് കേൾക്കുമ്പോത്തുകോ. അതാ മഹാനായ ഉസ്മാൻ തങ്ങ ചൊന്ന പലക്ക് ഇതായിട്ടിക്കട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നേ നിങ്ങൾക്ക് നിനപ്പില്ലേ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ. അതാ ആഖിറത്തെ ഒന്നാമത്തെ അകാൻ ചൊല്ലത്, ഒന്നാമത്തെ സ്റ്റേജിൻ ചൊല്ലത് അത് ഖബറായിട്ടിക്കടെ. അവിടെ ഒരാളെ രക്ഷപ്പെട്ടിട്ടുണ്ട് കണ്ടെങ്കിൽ, അവിടെ ആ ഖബറിൽ ഒരാൾ സലാമത്തായി കണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ബേജാറില്ല, ദുഃഖമില്ല. അതേ സമയത്ത് അവിടെ ഒരാള് അവിടെ ഒരാൾ സോത്തുപോയി കണ്ടെങ്കിൽ അയാൾ പിന്നെ കഠിനമായിട്ടിക്കട അയാളെ അവസ്ഥ വലിയ ദുരന്തമായിട്ടിക്കട, വലിയ ബേജാറായിട്ടിക്കട. മഹാനായ ഉസ്മാൻ തങ്ങ ചൊന്നണിക്കത്തൊരു വിഷയമാണ് ഖബറും ചൊല്ലത് വലിയ ഡേഞ്ചറായിട്ടുള്ള ഗണിക്ക് വിഷയമായിട്ടിക്കട. അത് ആഖിറത്തെ ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ടിക്കട, ഒന്നാമത്തെ ആകായിട്ടിക്കട. അതുകൊണ്ടായിട്ടിക്കട സദാസമയം ഖബറിൽ നിന്ന് രക്ഷപ്പെടുകയായിട്ട് ദ്വാർക്കുകയായിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി നോക്കൂ. നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതിയൽ പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഓരോ നിസ്കാരത്തിലും ദ്വാർക്കിട ദ്വാന്റെ റബ്ബേ ഖബർ അദാബിൽ നിന്നിട്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണോണ്ടായിട്ടിക്കടെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠി. അതുകൊണ്ട് ആ ഒരു ദുആ ഞങ്ങൾ എപ്പോഴത്തേക്കും മിസ്സാക്കോ തീറ. ആ ഖബർ ചൊല്ലത് അത്രമാത്രം ഡേഞ്ചർ ആയിട്ടുള്ള എനിക്കെത്തൊരു വിഷയമായിട്ടിക്കടെ. നല്ല നല്ല മനുഷ്യന്മാർ അങ്ങ് ഖബറിൽ രക്ഷപ്പെടാറുണ്ടായിട്ടിക്കടെ. അതേ സമയത്ത് സത്യനിഷേധികളായിട്ടുള്ള ഇവിടെ നിസ്കരിക്കാണ്ട് നോമ്പടിക്കാണ്ട് തിന്മകളായിട്ട് ബടുക്കളായിട്ട് ജീവിച്ച കണിക്കട്ടെ, അസൂയ നെഞ്ചിലായിട്ട് ജീവിച്ച കണിക്കത്തെ ആൾമാർ അവസ്ഥ വല്ലാത്ത ദുഃഖമായിട്ടിക്കടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ പഠിപ്പാട്ടി തന്ന ഗണിക്കത്തെ വിഷയമായിട്ട്. അതേ സമയത്തിൽ അതാ ഖബറിൽ രക്ഷപ്പെട്ട ഗണിക്കത്തെ ശിക്ഷയില്ലാത്ത ഗണിക്കത്തെ ഒരു 4 വിഭാഗം ആൾമാരെ മഹാനായ അബുല്ലൈസ് സമർഖന്ദി റഹിമഹുല്ലാ ചൊല്ലിക്കത്തെ വലിയ മഹാനായിട്ടിക്കട്. ഒരുപാട് ശിഷ്യന്മാരുള്ള ഗണിക്കത്തെ കുറേ കാലം ഒന്നുള്ള ജീവിച്ച ഗണിക്കത്തെ വലിയ മഹാനായിട്ടിക്കട് മഹാനായ അബുല്ലൈസ് സമർഖന്ദി റഹിമഹുല്ലാ. അയാൾ ചൊല്ലത് കാണ്ട് മൻ അറാദ അൻ യൻജുവ മിൻ
അദാബിൽ ഖബ്രി ഫഅലൈഹി അൻ യുലാസിമ അർബഅത അഷ്യാ. ഒരാൾ ഖബറിൽ നിന്നിട്ട് രക്ഷപ്പെടണോ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണോ ഒരാൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 കാര്യം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈ 4 കാര്യം ആരുടെ ജീവിതത്തിൽ ഉണ്ടാ അവന് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാണ്ട് മഹാനായ അബുൽ ലൈസ് സമർകന്ദി റഹിമഹുല്ല ഞങ്ങൾ പഠിപ്പാടി തണ്ട്. അത് ഒന്നാമത്തെ കാര്യം അൽ മുഹാഫളതു അലസ്വലാ. എപ്പോഴും നിസ്കാരത്തെ വിഷയത്തിൽ ശ്രദ്ധ ഉല്ലംഘിക്കാത്ത ആൾമാർ. ഒരു നിസ്കാരം ഒരു ഖളാ ആവാത്ത പോലെ എത്ര ജാഗ്രത ആക്കിയിട്ട് എത്ര ഖുശൂഅ് ഇഖ്ലാസിൽ അതാ എപ്പോഴും നിസ്കരിക്കണിക്കാത്ത ആൾമാർ. അങ്ങനത്തെ ആൾമാർ ഖബർ അദാബില്ലാട്ട് മഹാൻ ഞങ്ങൾ പഠിപ്പാടിയത് എപ്പെങ്കിലും നിസ്കരിക്കുന്ന വിഷയമല്ല. അതായത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ചൊന്ന് എങ്ങനെ ആയിട്ടിക്കടെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങ് സ്ഥിരമായിട്ട് എപ്പോഴും നിസ്കരിക്കടേക്ക് അങ്ങ് ഒരു കഷ്ടാവില്ല. അതേ സമയത്ത് ഈമാൻ ഇല്ലാത്ത എനിക്കത്തെ ആൾമാരെ സംബന്ധിച്ചിടത്തോളം അങ്കത് വലിയ പ്രയാസമായിട്ടിക്കും നിസ്കാരം എപ്പെങ്കിലും നിസ്കരിക്കുവാറ്. പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് നിസ്കരിക്കരുത് അങ്ക് കഷ്ടമാവുകൊണ്ട് ഖുർആൻ ചൊന്ന് എനിക്കത്തെ വിഷയമാണ്. ഇപ്പൊ നിസ്കാരത്തെ പരിശുദ്ധമായ ഖുർആനിൽ നിസ്കരിക്കറും ചൊല്ലവിടെ അല്ലാഹു തആല എങ്ങനെ ചൊന്നു അഖീമുസ്സല, നിങ്ങൾ നിസ്കാരം നിലനിർത്തണോ, പതിവാക്കണോ, സ്ഥിരമാക്കണോട്ടായിട്ടിക്കട്, നിസ്കരിക്കണോട്ടല്ല, കൃത്യമായിട്ട് നിങ്ങൾ എപ്പോഴും നിസ്കരിക്കൊണ്ടായിരിക്കും. ബാക്കി ഇപ്പൊ സക്കാത്തിന്റെ വിഷയത്തിൽ സക്കാത്ത് കൊടുക്കറോ അതേ സമയത്ത് നോമ്പ് പിടിക്കറോട്ടായിട്ട് ഖുർആൻ ചൊന്ന നിസ്കാരത്തെ വിഷയത്തിൽ അങ്ങനെ ചൊന്നല്ല. നിസ്കാരം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് അത് വിടാത്ത പോലെ മിസ്സാക്കാത്ത പോലെ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുപോകണോട്ടായിട്ടിക്കടെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിപ്പാട്ടി തന്നെ. അതുകൊണ്ട് ഏത് സമയത്തിലും ഏത് ടൈമിലും നിസ്കാരത്തെ വിഷയത്തിൽ നമുക്ക് ചൊമ്മ ഗൗരവം വേണോ, ചമ്മ ജാഗ്രത വേണോ. ചില പുതിയാപ്പിളമാറാവട്ടെ പുതിയന്മാരാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് പോകേണ്ട സമയത്തിൽ നിസ്കാരം ഖളാ ആക്കിയ കണിക്കത്ത് എത്രയോ ആൾമാറുള്ള അങ്ങനെ നിസ്കാരം ഖളാ ആക്കിയെങ്കിൽ വലിയ ഖബറിൽ വലിയ ബേജാറായിട്ടിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം മഹാൻ പഠിപ്പാട്ടിയത് അൽ മുഹാഫളതു അലസ്വലാ. നിസ്കാരത്തെ വിഷയത്തിൽ ആര് ജാഗ്രത ആക്കിടാറാ, ആര് സ്ഥിരമായിട്ട് പതിവായിട്ട് നിസ്കരിക്കിടാറാ, ആ നിസ്കരിക്കലേക്ക് താൽമാർഗെ ഖബറിൽ അദാബിക്കലാണ്ടായിട്ടിക്കടെ മഹാനായ അബുൽ ലൈസ് സമർകന്ദി റഹിമഹുല്ല ഞങ്ങൾ പഠിപ്പാടി തന്നെത്തെ വിഷയ രണ്ടാമത്തെ വിഭാഗം ചൊല്ലത് സ്വദഖത്തു. സ്വദഖ കൊടുക്കണെങ്കിലേക്ക് താൽമാർ, ദാനധർമ്മ ആക്കിടങ്ങളിക്ക് താൽമാർ അങ്ങ് കുറഞ്ഞു പോവാൻ ചൊല്ലങ്ങളിക്കത്തെ ബേജാറില്ല. പാവപ്പെട്ട ആൾമാർഗ് മിസ്കീന്മാർഗ് അതേപോലെ പള്ളിക മദ്രസത്തുക ഏതെല്ലാം നല്ല വിഷയമുണ്ട അതൊക്കെല്ലാം കൊടുക്കുടങ്ങളിക്കത്തെ ആൾമാർ അങ്ങ് ഖബർ അദാബ് ഉണ്ടാവലാണ്ടായിരിക്കും. സ്വദഖത്തു റദ്ദുൽ ബലായ, എല്ലാ നിലക്കുള്ള വിപത്തിൽ നിന്നിട്ട് തടക്കിട ഒന്നായിട്ടിക്കട് സ്വദക്കാണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ടിക്കട്. മൂന്നാമത്തെ വിഭാഗം ചൊല്ലത് ഖിറാഅത്തുൽ ഖുർആൻ. ഖുർആന് സ്ഥിരമായിട്ട് ഓതിരകണിക്കത്തെ എല്ലാ നാളും വിടാണ്ട് എപ്പെങ്കിലും റമദാൻ പറയുമ്പോൾ ഓതിരല്ല. പല ആൾമാരും റമദാനിൽ ഓതി വെച്ച് കണിക്കത്തെ ഖുർആൻ ഇതിന്റെ ബണ്ട റമദാൻ കയറ്റി കൊടുക്കരുത്, പഠിച്ചോ സലാമത്താക്കട്ടെ. അങ്ങനെയല്ല, എല്ലാ നാളും സ്ഥിരമായിട്ട് ഒരു കടലാസെങ്കിലും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു 1/4 ഗಂಟೆങ്കിലും എല്ലാ നാളും ആ ഖുർആന്റെ ഒരു പിറുസ വെച്ചിട്ട് ഖുർആൻ ഓതിരകണിക്ക് താൽമാർ ആറുള്ളാറ അങ്ക് ഖബർ അദാബിന്റെ കാരണം ഖുർആന്റെ ഒരു ശൈലി അങ്ങനെ ആയിട്ടിക്കട്. ഖുർആന്റെ ആറ് പിറുസ വെക്കിടാറ്, ഖുർആൻ ആറ് ഓതിറാറ്, അവന്റെ ഖുർആൻ ബുഡലാണ്ടായിട്ടിക്കണം. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടിപ്പാടിന്റെ ഖബറിಗೆ എത്തിയേണ്ട കണ്ടെങ്കിൽ ഖബറിൽ അവനക്ക് അദാബ് മാത്ത് ബണ്ടേണ്ട കണ്ടെങ്കിൽ ആ അദാബിനെ തടുക്കുവാനായിട്ട് അവൻ ഓതിയ ഖുർആൻ ബറുണ്ടായിട്ടിക്കടെ. നാളെ മഹ്ശറിಗೆ എത്തുമ്പോ സിറാത്ത് വാലിಗೆ എത്തുമ്പോ സദാസമയം ഒരാൾ ഖുർആൻ പിറുസ വെച്ച് ഖുർആൻ ഓതിരകണിക്കത്തെ ആലെ ആ ഖുർആൻ എപ്പോത്തും കൈബുടലാണ്ടായിട്ടിക്കടെ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടിപ്പാട്ടി തന്നെ എനിക്കത്തെ വിഷയം. അപ്പൊ അതുകൊണ്ട് എല്ലാ നാളും ഖുർആൻ ഓതിയേണ്ട കണ്ടെങ്കിൽ ഖബർ അദാബ് ഉണ്ടാവലാണ്ടായിട്ടിക്കടെ. അതേപോലെ നാലാമത്തെ വിഷയം വകസ്റത്തു തസ്ബീഹ്, ധാരാളമായിട്ട് തസ്ബീഹ് ചൊല്ലകണിക്കത്തെ ആൾമാർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഇങ്ങനെ ഇതുപോലത്തെ തസ്ബീഹ് ഇങ്ങനെ ധാരാളമായിട്ട് ചൊല്ലകണിക്കത്തെ ആൾമാർക്ക് സമയത്ത് ഖബർ അദാബ് ഉണ്ടാവലാണ്ട് മഹാനങ്ങ പഠിപ്പാട്ടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഫഇന്നഹാ തുദിയുൽ ഖബറ വതുഅസ്സിയഹു. ഇത് ഈ കാര്യങ്ങളല്ല അവന്റെ ഖബറിൽ വലിയ വെളിച്ചമായിട്ട് പണ്ട് അവന്റെ ഖബർ അത് വിശാലമാക്കിയിട്ട് മഹാനങ്ങ പഠിപ്പാട്ടി തന്നെ എനിക്കത്തൊരു വിഷയം. അപ്പൊ ഈ 4 കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കൊമ്പ. അതേപോലെ മഹാൻ പഠിപ്പാട്ട് 4 കാര്യത്തിൽ നിന്നിട്ട് അവന് ദൂരെ നിൽക്കണോ വിട്ടു നിൽക്കണോ അതിനവന് വിരോധിക്കണോ ആക്കൂ തീരാട്ട് മഹാൻ പഠിപ്പാട്ടി തന്നെ. അതിൽ ഒന്നാമത്തത് അൽ കദിബു, കളവ് ചൊല്ലലായിട്ടിക്കടെ. അപ്പൊ കളവ് ചൊല്ലാത്ത ഗണിക്കത്തെ കളവില്ലാത്ത ഗണിക്കത്തൊരു ജീവിതം അതായിട്ടിക്കടെ ഞങ്ങൾ വേണ. അതേപോലെ ജന്നാമത്തെ
മൂന്നാമത്തെ വൽ ഖിയാനത്തു, വഞ്ചിക്കിടത്, ചതിക്കിടത്, അങ്ങനത്തെ ഇത്ര ആൾമാരെ നമ്പിക്ക ദ്രോഹാക്കിടത്, ഇതുപോലും ജീവനത്തിൽ ഇക്കോ തീരാണ്ടായിട്ടിക്കടെ. മൂന്നാമത്തെ വൻ നമീമത്തു, ആൾമാർ എന്തെല്ലാം ചൊന്നു നടക്കണത്, ഇല്ലതും ഇല്ലാത്തെല്ലാം ഇങ്ങനെ മനുഷ്യന്മാർ എന്തെല്ലാം ചൊന്നു കൊടുക്കണ എനിക്കത്തെ ചൊന്നു നടക്കണ എനിക്കത്തെ ഒരു സ്വഭാവം നമീമത്ത്. അങ്ങനത്തെ ആൾമാർ ഖബർ അദാബിക്കൊണ്ടായിട്ടിക്കടെ. അപ്പൊ അതിൽ നിന്നിട്ട് ദൂരെ നിൽക്കണോ. അതേപോലെ നിന്നിട്ട് മൂത്ര വീത്തരെ, അവിടെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചെങ്കിൽ മൂത്ര കൃത്യമായിട്ട് അത് ശുദ്ധിയാക്കാത്ത കണിക്കത്തെ ആൾമാർ, അല്ലെങ്കിൽ പാതി മാത്രം മൂത്ര പോയിട്ട് പാതി പാൻറ്റിലാക്കിയിട്ട് ഈ രൂപത്തിൽ ആക്കിട കണിക്കത്തെ ആൾമാർക്ക് സമയത്ത ഖബറിൽ അദാബുണ്ട്. അപ്പൊ അതിൽ നിന്നിട്ട് ദൂരെ നിൽക്കൊണ്ടായിട്ട് മഹാൻ പഠിപ്പാടി തന്നത്. നിങ്ങൾ നോക്കൂ, ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തിൽ ഒരു ജണ്ട് ഖബർ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൊണ്ടു അതാ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമുടെ ചൊല്ലോ ജണ്ട് തൈ കൊമ്പറോ, എന്നിട്ട് ഈ ജണ്ട് ഖബറിന്റെ മേലെ നടറോ. ഈ ഖബറുള്ള ആൾമാർ ഭയങ്കരമായിട്ടുള്ള ശിക്ഷയിലായിട്ടിക്കടെ. സ്വഹാബത്തുൽ കിറാം കേൾക്കിടാറ്, അല്ല നബിയെ ഇങ്ങ ആക്കിയ തപ്പ് എന്തിനായിട്ട് കേട്ടിട്ടാകുമ്പോ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോ ഞങ്ങൾക്കത് കാണുമ്പോൾ ചെറിയ വിഷയമായിട്ട് കാണും, പക്ഷേ റബ്ബുടെ മുന്നിലോ അങ്ങാക്കിയത് വലിയ തപ്പായിട്ടിക്കടെ. ഒരാള് നമീമത്ത് എപ്പോഴും ഇത്ര ആൾമാർ എന്തെല്ലാം ഫിത്തനയും ഫസാദുമായിട്ട് നടന്ന കണിക്കത്തെ, നമീമത്തുമായിട്ട് നടന്ന കണിക്കത്തെ ആള്. രണ്ടാമത്തെ ആള് അയാൾ മൂത്ര വീത്തിട്ട് ശുദ്ധിയാക്കിയിട്ടില്ല. മൂത്ര കംപ്ലീറ്റ് പാതിയെല്ലാം പാൻറ്റിലും ഡ്രസ്സിലുമെല്ലാം ആക്കിയിട്ട് അയാളെ ക്ലിയർ ആയിട്ട് ശുദ്ധിയായിട്ടില്ല. അതായിട്ടിക്കട അയാളാക്കിയ തപ്പുകൊണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടി തന്നെ എനിക്കൊത്തൊരു വിഷയമായിട്ട്. അപ്പൊ ഈ കാര്യത്തിൽ നിന്നിട്ട് ദൂരെ നിന്നേണ്ട കണ്ടെങ്കിൽ ഫസ്റ്റ് ചൊന്ന എനിക്കെത്ത 4 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊമ്പണ്ടേണ്ട കണ്ടെങ്കിൽ നമുക്ക് അതാ ഖബർ അദാബ് ഉണ്ടാവലായിട്ട് മഹാന്മാർ നിങ്ങൾ പഠിപ്പാട്ടി തന്നെ എനിക്കെത്തൊരു വിഷയമായിട്ടിക്കടെ. പഠിച്ചോണ്ട് ഇത് ജീവിതത്തിൽ കൊമ്പറകും. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ലാസ്റ്റ് ഒന്ന് 4 കാര്യത്തിൽ നിന്നിട്ട് ദൂരെ നിൽക്കുക. പഠിച്ചോ നിങ്ങൾക്ക് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഖബർ അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. ഞങ്ങളെ ആഖിറം അള്ളാഹു സലാമത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല ഞങ്ങളെല്ലാവരും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.